പ്രൈസ് ലോർഡ്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ. വൈകുന്നേര സമയമാണ്. ഇപ്പോൾ വൈകിട്ട് 7 മണി കഴിഞ്ഞു. ബട്ട് ഇപ്പോഴും കാലാവസ്ഥ ഇങ്ങനെ നല്ല തെളിമയോടെ നിൽക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വിഷയം, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം യോഹന്നാൻ എടുത്തു പറഞ്ഞ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ബെഥെസ്ദ കുളക്കരയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ചെന്ന് കാണുന്ന ഒരു സന്ദർഭം. അപ്പോൾ അവിടെ നമുക്ക് ആ പാസേജിൽ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ ആ പാസേജിൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന അവിടെ നാനാവ്യാധിക്കാർ രോഗികളൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലത്താണ്. പക്ഷേ കർത്താവ് നേരെ ചെല്ലുന്നത് ഈ 38 സംവത്സരമായിട്ട് ഒരു വിടുതൽ കിട്ടാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് ചെന്നിട്ട് ചോദിക്കുന്നത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അതൊരു വല്ലാത്ത എഫക്റ്റ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായി, എന്തിനാണ് യോഹന്നാൻ മാത്രം ഈ സന്ദർഭം എടുത്തെഴുതിയതെന്ന് ഇങ്ങനെ ചിന്തിപ്പാനായിട്ടിടയായി. അപ്പോൾ യോഹന്നാനെക്കുറിച്ച് നമുക്കറിയാം, കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്ന ഒരു ശിഷ്യൻ, അതുപോലെ തന്നെ കർത്താവ് സ്നേഹിച്ച ശിഷ്യനെന്ന് പലപ്പോഴും യോഹന്നാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരും യോഹന്നാനെ അപ്രകാരം, കർത്താവ് സ്നേഹിച്ചതുകൊണ്ട് അപ്രകാരം യോഹന്നാനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചോദിപ്പിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദിനെക്കുറിച്ച് പറയുന്നുണ്ട്, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അപ്പോൾ യോഹന്നാൻ ഈ ഒരു വിഷയം എഴുതിയപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എപ്രകാരമുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി അറിഞ്ഞ ഒരു യോഹന്നാനാണ് ഈ ഇൻസിഡൻറ്റ് ഇത്രമാത്രം ആഴത്തിൽ ഇതിനെ എഴുതുവാൻ, അത് ഗ്രഹിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം പ്രാപ്തി നൽകി എന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. കാരണം അവിടെ അനേക രോഗികളുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും പലരുടെയും ചോദ്യമാണ്, നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി എല്ലാ രോഗികളെയും സൗഖ്യമാക്കിക്കൂടാ എന്നുള്ള ഓരോ ചോദ്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ കുളക്കരയിൽ അനേക നാനാവ്യാധിക്കാർ രോഗികൾ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഈ 38 സംവത്സരമായിട്ടും രോഗം വിട്ടു മാറാതെ, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കലക്കം നോക്കി കിടക്കുന്ന ഒരുവൻ്റെ അടുക്കലാണ് കർത്താവ് വന്നിട്ട് ചോദിക്കുന്നത്, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പോൾ അവൻ 38 സംവത്സരമായി. പക്ഷേ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവെ, ഞാൻ പോകുമ്പോൾ, ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റൊരുത്തൻ സൗഖ്യമാവുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സന്ദർഭങ്ങൾ. കാര്യം, കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനേക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാം പഠിക്കലോളം എത്തി, പക്ഷേ കൈവിട്ടു പോയി. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ എത്രമാത്രം നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനായിട്ടിടയാകും. കാരണം എല്ലാം പോസിറ്റീവായിട്ട്, ഇനി എൻ്റെ ചാൻസാണ്, അല്ലെങ്കിൽ അടുത്തത് എൻ്റെ വിഷയമാണ്, എനിക്കത് ലഭിക്കും എന്നുള്ള ആ ഒരു സന്ദർഭത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ അത് നമ്മുടെ കൈവിട്ടു പോയി, എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഭയങ്കര നിരാശാജനകമാണ്. പക്ഷേ ഈ 38 സംവത്സരവും ഇവൻ കടന്നുപോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി പോയി എന്നുള്ളതാണ്. ഇതാണ് കർത്താവിനെ ഇവൻ്റെ അടുക്കൽ എത്തുവാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവൻ ആ പ്രയത്നം നിർത്തിയില്ല, അവിടെ തന്നെ കിടന്നില്ല. ദൂതൻ വെള്ളം കലക്കുമ്പോൾ ഇവൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഈ വ്യക്തി അവിടെ കടന്നു ചെന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന ഒരുവൻ്റെ ജീവിതത്തിലാണ് കർത്താവ് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് അവൻ്റെ അടുക്കലേക്കാണ് കടന്നു വന്നത്. എന്നിട്ട് പറയാൻ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഇന്ന് ഈ വിഷയം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയത് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത് അല്ലെങ്കിൽ ആ മാസം എൻ്റെ ആപ്ലിക്കേഷൻ എടുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ ആ നിയമം അവിടെ നിന്ന് മാറുവാനായിട്ടിടയായി. അങ്ങനെ ആ സാഹചര്യം എന്നിൽ നിന്ന് കൈവിട്ടു പോകാൻ. അപ്പോൾ ഞാനും ചിന്തിച്ചു, അപ്പോൾ ഇതിനെല്ലാം ദൈവത്തിനൊരു പ്രത്യേക പേർപ്പസ് ഉണ്ട് എന്നുള്ളത് ഇന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്ക് വ്യക്തമായിട്ട് പറയുവാൻ കഴിയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്. അപ്പോൾ ആ കൃത്യസമയത്താണ്
ദൈവത്തിൻ്റെ വലിയതായിരിക്കുന്ന കരം അവിടെ പ്രവർത്തിക്കുവാനായിട്ടിടയായത്, ദൈവത്തിൻ്റെ വലിയ സ്നേഹം അവിടെ വെളിപ്പെടുവാനായിട്ടിടയായത്, ആ വ്യക്തിയുടെ അടുക്കലേക്ക് കർത്താവ് കടന്നു ചെന്നിട്ട് അവനെ സൗഖ്യമാക്കുവാനായിട്ടിടയായി. അവനെ സൗഖ്യമാക്കി. അവിടെ അനേകരുണ്ട്, പക്ഷേ അവനെ കർത്താവ് സൗഖ്യമാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ സാഹചര്യം ഞാൻ പറയട്ടെ, 38 വർഷവും ആ പ്രയത്നം അവന് വയ്യാതിരുന്നു എങ്കിലും അവൻ ആ സന്ദർഭത്തിൽ അവിടം വരെ കടന്നു എന്ന ആ ഹൃദയത്തെ ദൈവം കണ്ടു എന്നുള്ളതാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഏതൊരു വിഷയത്തിന് മുൻപിലും നിങ്ങളായിരിക്കുന്ന അവസരത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്ത് മറ്റാർക്കും കഴിയത്തില്ല, പക്ഷെ കർത്താവിന് കഴിയും എന്നുള്ളത് ഇന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.